ടെക്സസ് ദേശനിവാസികളെ, ഒരല്പസമയം സൃഷ്ടാവായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള വിശേഷമായിരിക്കുന്ന ഒരു സന്ദേശം നിങ്ങളെ അറിയിച്ച് വേഗം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു സന്ദേശമുണ്ട്. പക്ഷേ തിരക്കട്ട ജീവിതത്തിൽ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിൽ പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടേതായ ചിന്തയിലും നമ്മുടേതായ സ്വയത്തിലും നാം ജീവിതം ഇങ്ങനെ തള്ളി നീക്കുകയാണ്. അതിനിടയിൽ സർവശക്തനായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാൻ ഒരു വിശേഷപ്പെട്ട സന്ദേശമുണ്ട്. അത് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരു 15-20 മിനിറ്റ് സമയം നിങ്ങളുടെ ശ്രദ്ധയെ ഈ ശബ്ദപരിധിയിലേക്ക് കൊണ്ടുവരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഒരു മനോഹരമായ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്വർഗസ്ഥനാം പിതാവേ, നിന്നാമം പൂജിതമാകണമേ. നിന്റെ സാമ്രാജ്യം വരേണമേ. ഭൂമിയിൽ നിൻ തിരുമനസ്സരുളേണമേ. സ്വർഗസ്ഥനാം പിതാവേ, നിന്നാമം പൂജിതമാകണമേ. നിന്റെ സാമ്രാജ്യം വരേണമേ. ഭൂമിയിൽ നിൻ തിരുമനസ്സരുളേണമേ. സ്വർഗസ്ഥനാം പിതാവേ, അന്നു വേണ്ട അപ്പം തന്നു നീ ഞങ്ങളെ എന്നെന്നും കാത്തിടണേ. അന്നു വേണ്ട അപ്പം തന്നു നീ ഞങ്ങളെ എന്നെന്നും കാത്തിടണേ. ഞങ്ങൾ പൊറുക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പൊറുക്കേണമേ. ഞങ്ങൾ പൊറുക്കുമ്പോൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പൊറുക്കേണമേ. നീ ഞങ്ങളോടും പൊറുക്കേണമേ. സ്വർഗസ്ഥനാം പിതാവേ, നിന്നാമം പൂജിതമാകണമേ. നിന്റെ സാമ്രാജ്യം വരേണമേ. ഭൂമിയിൽ നിൻ തിരുമനസ്സരുളേണമേ. സ്വർഗസ്ഥനാം പിതാവേ, എല്ലാ പരീക്ഷയിൽ നിന്നും ഞങ്ങളെ നല്ല വഴിക്ക് നയിക്കണമേ. എല്ലാ പരീക്ഷയിൽ നിന്നും ഞങ്ങളെ നല്ല വഴിക്ക് നയിക്കണമേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങൾ
രക്ഷിച്ചു കൊള്ളേണമേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ. നീ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളേണമേ. സ്വർഗസ്ഥാനാം പിതാവേ, നിന്നാമം പൂജിതമാകണമേ. നിന്റെ സാമ്രാജ്യം വരേണമേ. ഭൂമിയിൽ നിൻ തിരുമനസ്സരുളേണമേ. സ്വർഗസ്ഥാനാം പിതാവേ, നിന്നാമം പൂജിതമാകണമേ. നിന്റെ സാമ്രാജ്യം വരേണമേ. ഭൂമിയിൽ നിൻ തിരുമനസ്സരുളേണമേ. സ്വർഗസ്ഥനാം പിതാവേ. സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായൊരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി. ഭൂമിയിൽ അല്പകാല ജീവികൾ എന്നതുപോലെ ഒരമ്മയുടെ ഗർഭപാത്രത്തിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാൻ ദൈവം അനുവദിച്ചു. അധിക താമസിയാത്ത ഒരു മരണദിനവാതിലിലൂടെ നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് കടന്നു പോകണം. അതിന്റെ ഇടയിൽ സ്കൂൾ വിദ്യാഭ്യാസവും പല പല ജോലികളും ഒക്കെയായി വളരെ തിരക്ക് പിടിച്ച് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും വലിയ തിരക്കിലാണ്. എങ്ങോട്ടേക്കാണ് ഈ യാത്ര? യാത്ര എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീറോ ആകാനുള്ള യാത്രയാണ്. ഈ ലോകത്തിലെല്ലാവരും ആദ്യം പറയുന്നത് ഞങ്ങൾ ഓടുന്നത് വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണെന്നാണ്. അതിനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഹീറോ ആകാൻ വേണ്ടി ഓടുകയാണ്. ഒന്നുകൊണ്ട് മനുഷ്യന് തൃപ്തി വരുന്നില്ല. പക്ഷേ ഹീറോ ആകാൻ വേണ്ടി ഓടി ഓടി അവനും അവളും ഒരു സീറോ ആയിത്തീരുകയാണ്. മരണത്തോടുകൂടെ അവനൊരു സീറോ ആയിത്തീരുകയാണ്. എന്നാൽ ഈ ടീം ഇപ്പോ ഈ പട്ടണത്തിലൂടെ കേരളത്തിന്റെ വ്യവസായ നഗരം എന്നറിയപ്പെടുന്ന കൊച്ചിയിൽ കാക്കനാട് കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക്കൽ സോൺ സെസ് എന്ന ഈ ഒരു മണ്ഡലത്തിൽ സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള സന്ദേശം നിങ്ങളെ അറിയിച്ച് ഞങ്ങൾ കടന്നു പോവുകയാണ്. തിരക്ക് പിടിച്ച മനുഷ്യജീവിത യാത്ര അവനെ എങ്ങും കൊണ്ട് എത്തിക്കുന്നില്ല എന്നും അവന്റെ ജീവിതം ഒരു മരണത്തിൽ അവരുടെ ജീവിതം ഒരു മരണത്തിൽ ചെന്ന് അവസാനിക്കുകയാണ് എന്ന് ജീവിതകാലം മുഴുവൻ അരച്ചാൻ വയറ് നിറയാൻ വേണ്ടി അധ്വാനിച്ച് അവസാനം തന്റെ ജീവിതകാലം മുഴുവൻ താൻ അധ്വാനിച്ച് തന്റെ വയറിന് ഫീഡ് ചെയ്തു. ആ വയറിന് ഫീഡ് ചെയ്ത അവന്റെ കൈയും അവന്റെ ശരീരവും എല്ലാം വെറും മണ്ണായി അവസാനിക്കുന്നു. അവനുണ്ടാക്കിയതെല്ലാം, ബാങ്കിൽ കൂട്ടിവെച്ചതെല്ലാം അവന്റെ മരണത്തോടുകൂടി അവന്റെ ജീവിതത്തിൽ വട്ടപ്പുച്ഛമായി തീർന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ ഹീറോ ആകാൻ വേണ്ടി ശ്രമിച്ച അവസാനം സീറോ ആകുന്ന ഒരു മനുഷ്യ ജീവിതം. അതിന്റെ ഇടയിൽ സൃഷ്ടാവായ ദൈവത്തിന് നിന്നോടൊരു സന്ദേശം പറയാനുണ്ട്. ആ സന്ദേശം അറിയിച്ച് ഞങ്ങൾ കടന്നു പോവുകയാണ്. ദൈവത്തിന് നിന്നോട് പറയാനുള്ള സന്ദേശം നിന്നെ സീറോ ആക്കുകയല്ല, പകരം നിന്നെ യഥാർത്ഥത്തിൽ ഹീറോ ആക്കുകയാണ്. എന്താണത്? പ്രിയമകനെ മകളെ, നിനക്കറിയാമോ, അടുത്ത ഭൂമിയുടെ രാജാവ് നീയാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ നീ ഭൂമിയിൽ സ്വർഗം കെട്ടുവാൻ വേണ്ടി ഓടി, നല്ല ജോലിക്ക് വേണ്ടി, ശമ്പളത്തിന് വേണ്ടി ഓടി, അവസാനം മരണം നിന്നെ പിടികൂടി ഇതെല്ലാം വട്ടപൂജ്യമാക്കുമ്പോ സ്വർഗത്തിലെ ദൈവം
നിന്നെ ഈ ഭൂമിയുടെ രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നു, മരണമില്ലാത്ത രാജാവ്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല, സംഘടനയുടെ പുസ്തകമല്ല. അത് ദൈവം മാനവരാശിക്ക് തരുന്ന സ്നേഹ സന്ദേശമാണ്. മനുഷ്യ, നീ എന്തിനാണ്, നീ എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്നത്, നീ എന്താണ് ചെയ്യേണ്ടത്, നീ എന്തുകൊണ്ട് മരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ നീ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, തുടർന്നുള്ള ജീവിതം എങ്ങനെ? മാനവരാശി അന്വേഷിക്കാത്ത ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ദൈവത്തിന്റെ സന്ദേശമാണ് വിശുദ്ധ ബൈബിൾ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, അതിൽ നമ്മളുടെ പിതാവായ, സ്വർഗസ്ഥ പിതാവായ, സൃഷ്ടാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആലോചനയാണ്, നമ്മളെക്കുറിച്ചുള്ള സ്വപ്നമാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആലോചന നിങ്ങളെ അറിയിക്കുകയാണ്. പുതിയ ഉടമ്പടി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: രാജത്വത്തിന്റെ സുവിശേഷം സർവ്വസൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടവും അറിയിക്കപ്പെടും, അതോടെ ഈ യുഗം അവസാനിക്കും. മനുഷ്യർ ഭരിക്കുന്ന യുഗം അവസാനിക്കുകയായി. ദൈവപുത്രന്മാർ വാഴുന്ന ദൈവത്തിന്റെ ഗവൺമെന്റ് ആരംഭിക്കുകയായി. ആ ഗവൺമെന്റിലേക്ക് ഒരു ഭരണാധികാരിയായി, ഒരു രാജാവായി നിന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ദൈവവും മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന, തുടർന്ന് ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ ഭരണം മകളെ നീ നിന്റെ കയ്യിൽ തരുന്ന സന്ദേശമാണ് ഇവിടെ നിന്നെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ സുവിശേഷം എന്താണെന്ന് ഒരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവ കുടുംബത്തിലേക്ക് ദൈവത്തോട് ഒരുമിച്ച് ജീവിപ്പാൻ നീ ഇൻവൈറ്റ് ചെയ്യുന്ന ഇൻവിറ്റേഷനാണ് ഈ രാജ്യത്തെ സുവിശേഷം. ഈ ഭൂമിയുടെ ഭരണം ദൈവത്തിനു വേണ്ടി നീ ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തെ സുവിശേഷം. ഇതൊരു ജാതിയല്ല, മതമല്ല, സംഘടനയല്ല, ഗ്രൂപ്പല്ല. പകരം ജാതിയിലും മതത്തിലും പെട്ടുപോയ നമ്മളെ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, മരണമില്ലാത്ത ദൈവം നമ്മളെ തന്നോടുകൂടെ ജീവിക്കാൻ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷനാണ് ഈ രാജ്യത്തെ സുവിശേഷം. ഇത് നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനായി, പൗരനായി തീരുവാനുള്ള ഒരു അവസരമാണ് ഈ രാജ്യത്തെ സുവിശേഷം. ഇതൊരു മതസംഘടനയല്ല. യേശുക്രിസ്തു ഒരു മതത്തിന്റെ സ്ഥാപകനുമല്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, ഈ സന്ദേശത്തിലേക്ക്, ഈ ഇൻവിറ്റേഷനിലേക്ക് നിന്റെ വീട്ടില് നിന്റെ ഒരു സ്നേഹിതൻ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി ഒരു വിവാഹത്തിന് ക്ഷണിക്കാൻ വന്നതുപോലെ സ്വർഗത്തിലെ ദൈവം തന്റെ കുടുംബത്തിലേക്ക് പ്രിയ മകനെ, മകളെ നിന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആ ഇൻവൈറ്റ് ചെയ്യുന്നത് ഞങ്ങളിലൂടെയാണ് നിങ്ങളെ അത് അറിയിക്കുന്നത്. ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമായി തീരുവാൻ, വരുംകാല ഭൂമിയുടെ ഗവൺമെന്റിന്റെ, അത് വാഴുന്ന ഗവൺമെന്റിലെ ഒരു ഭരണാധികാരിയായ ഒരു രാജാവായി തീരുവാൻ ഇതാ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാ ഇപ്പോ നിനക്കതിലേക്ക് കടന്നു വരാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, എനിക്ക് ആഗ്രഹമുണ്ട് ആ ദൈവ കുടുംബത്തിലെ അംഗമായി തീരുവാൻ, അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയ മകനെ, പ്രിയ മകളെ, അതിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ഭുജമാണ്, ദൈവത്തിന്റെ കരമാണ്, ദൈവത്തിന്റെ സഹായ ഹസ്തമാണ് തന്റെ പുത്രനായ ക്രിസ്തു. മരണത്തിൽ കുടുങ്ങി, പാപത്തിൽ കുടുങ്ങി, മരണത്തിൽ കുടുങ്ങി ലോകമെന്ന ജയിലിൽ പിശാചെന്ന ആ ഭരണാധിപന്റെ തടവിൽ കിടക്കുന്ന നമ്മളെ രക്ഷിച്ചെടുപ്പാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി ഒരു നാമവും നൽകിയിട്ടില്ല.
എന്നാൽ ദൈവം നൽകിയ ഒരേ ഒരു നാമമാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമം. ആ ക്രിസ്തുവാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ സഹായഹസ്തം. വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന ഒരു വ്യക്തി താണുകൊണ്ടിരിക്കുമ്പോൾ അവൻ സഹായമെന്ന് വിളിച്ച അവസാനം അവന്റെ കൈ മാത്രം വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കാണുമ്പോൾ സഹായിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്റെ കൈ നീട്ടി ആ കൈയിൽ പിടിച്ച് പൊക്കിയെടുക്കുന്നത് പോലെ ദൈവത്തിന്റെ ഭുജമായ ക്രിസ്തു എന്ന കരം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിലേക്ക് നീട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, ആ ദൈവ കുടുംബത്തിലെ അംഗമായി തീരുവാൻ, PR എടുക്കുവാൻ, പെർമനന്റ് റെസിഡൻസ് എടുക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴി ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് നീ വിശ്വസിക്കുകയും പാപത്തിന്റെ ശമ്പളമായി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു കടന്നു വന്ന് എനിക്ക് പകരം മരിച്ചു എന്ന് വിശ്വസിക്കുകയും ആ യേശുവിനെ നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ജീവിതത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ യേശുവിനെ അനുസരിച്ച് അനുഗമിപ്പാൻ പ്രിയമകനെ നീ തീരുമാനമെടുത്ത് അതനുസരിക്കണമെങ്കിൽ നിനക്കും ഈ സൗജന്യമായ ഈ സദ്വാർത്തയിലേക്ക്, ദൈവ കുടുംബത്തിലെ അംഗത്തിലേക്ക്, ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ആ മനോഹര ജീവിതത്തിലേക്ക് കടന്നു വരാമെന്ന് പ്രിയമകനെ, മകളെ നിന്നെ ഓർപ്പിക്കുകയാണ്. അതായത് നിങ്ങളെല്ലാവരും കടക്കാരനാണ്, ആ കടം വീട്ടേണ്ടത് നിങ്ങളാണ്. പക്ഷെ മറ്റൊരു വ്യക്തി വന്ന് നിങ്ങളുടെ കടം വീട്ടിയിട്ട് ആ വ്യക്തി പറയുകയാണ് നീ ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പാപനിമിത്തം ഞാനും നിങ്ങളും പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങേണ്ടതാണ്. എന്നാൽ അതിനു പകരമായി സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി നാം മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു മരിച്ച് നമ്മളെ സ്വതന്ത്രരാക്കി. ഈ സ്വർഗീയമായ പദ്ധതിയിൽ നീ വിശ്വസിച്ചുകൊണ്ട്, യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് വിശ്വസിച്ചുകൊണ്ട്, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ, അങ്ങ് ദൈവത്തിനായ ക്രിസ്തുവെന്നും എന്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നത് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ നിന്റെ ജീവിതത്തിൽ നിന്റെ കർത്താവും നിന്റെ രക്ഷിതാവും, അതായത് നിന്റെ തലയായി സ്വീകരിച്ചുകൊണ്ട് ഒരു അവയവം വന്നതുപോലെ തുടർന്ന് യേശുക്രിസ്തുവിനെ അനുഗമിപ്പാൻ പ്രിയമകനെ, പ്രിയമകളെ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിനക്ക് ഈ ഹെവൻലി ഫാമിലിയിലേക്കുള്ള ആ അംഗത്വം, ആ HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് നിനക്ക് ലഭിക്കുന്നതാണ്. യൂറോപ്പിലെയും അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും PR എല്ലാം എടുക്കുവാൻ വേണ്ടി നിങ്ങളും അല്ല നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ധൃതി കൂട്ടുമ്പോൾ ആ PR ഒക്കെ നല്ലതാണ്. പക്ഷേ മരണത്തോടുകൂടി ആ PR എല്ലാം അവസാനിക്കും. എന്നാൽ HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് പ്രിയമകനെ നിനക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് മരണത്തോടുകൂടി അവസാനിക്കുകയില്ല, അത് മരണത്തോടുകൂടി സ്ഥിരമാവുകയാണ്. ഈ ഒരു സന്ദേശം നിന്നെ അറിയിക്കുക. ദൈവം നിന്നെ മരിക്കാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചത്, ദൈവം നിന്നെയും എന്നെയും സൃഷ്ടിച്ചത് 0 ആകാൻ വേണ്ടിയല്ല, പകരം ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുത്രന്മാരായ ഹീറോ ആയി തീരുവാനാണ്. ദൈവപുത്രനായ ക്രിസ്തുവെ കുറിച്ച് തിരുവചനത്തിൽ ഇങ്ങനൊരു വെളിപ്പാട്, ഇങ്ങനൊരു പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ വീരനാം ദൈവമെന്ന് വിളിക്കപ്പെടും. അതായത് ഒരു ഹീറോ ആയ ദൈവപുത്രൻ, ഹീറോ ആയ ദൈവപുത്രൻ. അവൻ മരണം കൊണ്ട് അവസാനിക്കുകയല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് തന്റെ മരണത്തിലൂടെ ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വർദ്ധിപ്പിച്ചുകൊണ്ട് താനൊരു ഹീറോ ആയി ഉയർത്തെഴുന്നേറ്റ് ആ ദൈവ കുടുംബത്തിലേക്ക് ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ആ HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് തരുവാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യ മക്കളായ മരണമുള്ള ജാതിയിലും മതത്തിലും സംഘടനയിലും കുടുങ്ങിപ്പോയ നമ്മളെ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത സ്നേഹനിധിയായ ദൈവം തന്റെ മരണമില്ലാത്ത ദൈവ കുടുംബത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്.
ഇതാ നാളെ ഞങ്ങളിത് കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയരുത്. ആ കുടുംബത്തിലേക്കുള്ള ഏക വഴിയാണ് ദൈവപുത്രനായ ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് മരിച്ചതിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതകാലം ക്രിസ്തുവിനെ അനുസരിച്ച് അനുഗമിപ്പാൻ നീ ഹൃദയത്തിൽ ഇപ്പോഴേ ഒരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയങ്ങളെ കാണുന്ന ദൈവം ഇതാ നിനക്ക് ഈ മഹാസദ്വാർത്തയുടെ മഹാസുവിശേഷത്തിന്റെ അവസരം ഒരുക്കിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കടന്നു വരുവാൻ നിങ്ങൾ ഏവരെയും ഓർപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങൾ അറിയുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ അടുക്കൽ 2 നോട്ടീസ് കൊണ്ട് തന്നിട്ടുണ്ട്. അതിലൊന്ന് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയാണ്, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നമാണ്. അതിൽ ദൈവരാജ്യത്വ സുവിശേഷം എന്തെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഇവിടെ അടുക്കൽ പൂക്കാട്ടുപടിയിൽ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാർത്ഥനാലയം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം കഴിഞ്ഞ 22 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്നു. ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ദൈവരാജ്യ സുവിശേഷത്തിന്റെ വചന ധ്യാനമുണ്ട്. അതിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാവുന്നതാണ്. ജീവിതത്തിൽ ദുഃഖങ്ങളിലും നെടുവീർപ്പുകളിലും ഭാരങ്ങളിലും സഹനങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, ആ വ്യക്തിത്വങ്ങൾ അവിടെ കടന്നു വന്ന് കുടുംബ തകർച്ചയിലായിരിക്കുന്നവർ, ജീവിത തകർച്ചയിലായിരിക്കും അവിടെ കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിനൊരു ആശ്വാസമായി തീരുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വചന ധ്യാനത്തിലേക്ക് പ്രിയമക്കളെ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. ആ നോട്ടീസിന്റെ താഴെ ഞങ്ങളുടെ നമ്പറുണ്ട്. ആ നമ്പറുകളിൽ നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാവുന്നതാണ്. അധികം താമസിയാതെ ഇതാ മരണം നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റും. മരണം നമ്മളെ ഭൂമിയിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പ് മരണത്തെ തോൽപ്പിക്കുന്ന, മരണത്തെ പരാജയപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഈ മഹാസദ്വാർത്തയിലേക്ക്, ആ പുതിയ സൃഷ്ടിയുടെ മണ്ഡലത്തിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നാളെ ഞങ്ങൾ ഈ സദ്വാർത്ത അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇന്ന് നാം നമുക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ ഭാവിയും ഹീറോ ആകാൻ വേണ്ടിയാണ്. പക്ഷെ നാം സീറോ ആയി തീരും. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയാണ് ഞങ്ങൾ നിങ്ങളോട് ഇപ്പോൾ അറിയിച്ചത്. ആ ഭാവിയുടെ പേരാണ് രാജ്യത്വ സുവിശേഷം. അതുകൊണ്ട് പ്രിയമകളെ ഞാനും നിങ്ങളും ഈ സമയം ഇത് നമുക്കുള്ള സമയമാണ്. ഇത് നഷ്ടപ്പെടുത്താതെ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശു മരിച്ചതിന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തുടർന്നുള്ള നാളുകൾ യേശുവിനെ അനുഗമിച്ച് അനുസരിപ്പാൻ തീരുമാനമെടുത്തുകൊണ്ട് ഈ മഹാസുവിശേഷത്തിലേക്ക്, ദൈവ കുടുംബത്തിലേക്ക് HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് എടുക്കുവാൻ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ കാക്കനാട് സെസ് എന്ന് പറയുന്ന ഈ എക്കണോമിക് മേഖലയിലേക്ക് അങ്ങയുടെ സുവിശേഷം കടന്നു വരുവാൻ അങ്ങ് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്റലക്ച്വൽസോ ബിസിനസ്സുകാരോ സാധാരണ മനുഷ്യരും എല്ലാം നടന്നു പോകുന്ന, എല്ലാം വണ്ടിയിലോടുന്ന, എല്ലാം കേൾക്കുന്ന, അപ്പോൾ തന്നെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഓൺലൈനിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരും ഇവരുടെ ജോലിയോ ഇവരുടെ ബിസിനസ്സും ഇവർക്കുള്ളതെല്ലാം ഇവരുടെ മാതാപിതാക്കന്മാർ മക്കളെല്ലാം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ഈ കൊച്ചു ജീവിതം മരണത്തിലൂടെയുള്ള അവസാനിക്കുന്നതിന് മുൻപ് ഈ സന്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങിലേക്ക് എത്തിച്ചേരുവാനുള്ള കൃപ, അങ്ങിലേക്ക് എത്തിച്ചേരുവാൻ ഇവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ. സർവ്വമഹത്വം പിതാവേ, അങ്ങേക്ക് നന്ദി, നമസ്കാരം.